ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് തമിഴ്നാട് സ്പെഷ്യൽ ഫുഡായ ഒരു പൊങ്കലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പൊങ്കൽ രണ്ട് വിധത്തിലുണ്ട്: കാരപ്പൊങ്കൽ, ശർക്കര പൊങ്കൽ. അത് കാരപ്പൊങ്കലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് പച്ചരി. 2 ഗ്ലാസ് പച്ചരി വേണം. ഈ ഗ്ലാസ് തന്നെ അടിക്കണം. 2 ഗ്ലാസ് പച്ചരി എടുക്കണം. പിന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ ചെറുപയർ പരിപ്പ്, അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ചെറുപയർ പരിപ്പ്. അതായത് 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ചെറുപയർ പരിപ്പ് എന്ന നിലയിൽ എടുക്കണം. അത് രണ്ടും കഴുകി നല്ല വൃത്തിയിൽ കഴുകി എടുക്കണം. ഞാനിത് നല്ലോണം വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റാം. മാറ്റി ഇനി ഇതിന് കണക്കായിട്ട് പൊങ്കൽ എന്ന് പറയുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞ പരുവത്തിലായിരിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ അളവിനേക്കാളും നമ്മൾ അളന്ന ആ ഗ്ലാസ്സിൽ തന്നെ ഒരു 7-8 ഗ്ലാസ്സെങ്കിലും വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. സാധാരണ അളന്ന അതിനേക്കാളും നിങ്ങൾക്കുള്ള ഒരു പാകത്തിന് ഉള്ള കുക്കറിൻ്റെ ആ ഒരു ഇതിൽ വേണം നിങ്ങൾ എടുക്കാൻ വെള്ളം. ഞാനിപ്പോൾ ഒരു 6-7 ഗ്ലാസ് ഇതാക്കണം. 6-7 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 8 ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. നല്ലോണം കുഴഞ്ഞ പരുവത്തിലായിരിക്കണം ഈ പൊങ്കൽ വേണ്ടത്. ഇതിലേക്ക്, ഈ കുക്കറിലേക്ക് ഒരു സ്പൂൺ, ഒരു സ്പൂൺ വേണ്ട, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയൊരു മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ള നിറത്തിലായിരിക്കും പൊങ്കൽ ഉണ്ടാവുക. അങ്ങനെ. പിന്നെ അതിനാവശ്യമുള്ള ഉപ്പ് ഞാനിവിടെ ഇതിന് ആവശ്യമുള്ള ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾ നോക്കിയിട്ട് അളവ് ഉള്ള പോലെ നോക്കിയിട്ട് ഇടുക. എല്ലാവരുടെയും ആവശ്യത്തിനുള്ള പോലെ ഉപ്പിടുക. കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4-5 വിസിൽ മതിയാവും കുഴഞ്ഞു വരാനെന്ന് വിചാരിക്കും. 4-5 വിസിൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നല്ലോണം ആയിട്ടുണ്ട്. ഇത് വിസിലെല്ലാം എടുത്തിട്ടുണ്ട്. നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 4-5 വിസിൽ വന്നിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ നോക്കി ചെയ്യണം. എല്ലാവരുടെയും കുക്കർ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലവരുടെ ഒരു 2-3 വിസിലിന് ചിലപ്പോൾ ആയെന്ന് വരും. അത് നിങ്ങൾ നോക്കി ചെയ്യണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ നല്ല കുഴഞ്ഞ പരുവത്തിലായിരിക്കണം പൊങ്കൽ. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിൽ കുറച്ച് താളിച്ച് ഒഴിക്കാനുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ പൊങ്കൽ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഏറ്റവും സ്പെഷ്യലാണ്, കോമൺ ആയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ കോമൺ ആയിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ അവിടെ മകരമാസത്തിലൊക്കെ നിർബന്ധമായി എല്ലാ വീടുകളിലും ഉണ്ടാവും കോമൺ ആയിട്ട്. പിന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. താളിക്കാനായിട്ട് ആദ്യം വേണ്ടത് ഒരു 2 സ്പൂണ് കുരുമുളക് ഇടിക്കല്ലിലേക്ക് ഇടണം. 2 സ്പൂൺ മതിയാവും. 2 സ്പൂണ് നിറച്ചും വേണം. 2 സ്പൂൺ നിറച്ചും കുരുമുളക്. പിന്നെ വേണ്ടത് ഒരു 1.5 സ്പൂണ് ജീരകം. 1.5 സ്പൂണ് ജീരകം ഇടിക്കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒന്ന് പൊട്ടിയാൽ മതി, അത്രയേ വേണ്ടുള്ളൂ. അല്ലാതെ നന്നായിട്ട് ഉടയൊന്നും വേണ്ട, ഒന്ന് ചതച്ചെടുക്കണം. നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പൊടി പോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു പാൻ അടുപ്പിലെടുത്ത് വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിക്കുക എന്നുള്ളതാണ്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നെയ്യാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതാണ്. നന്നായിട്ട് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് മെൽട്ടായി കഴിഞ്ഞാൽ കുറച്ച് കശുവണ്ടി പരിപ്പ് അതിലേക്കിടുക. കശുവണ്ടി പരിപ്പൊന്ന് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിനെ കോരിയെടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇഞ്ചി ചേർക്കുക. പിന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് പച്ചമുളക് ചേർക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും ജീരകവും കൂടി ഇതിലേക്ക് ഇടുക. നന്നായി
നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കുരുമുളക് നന്നായിട്ടൊന്ന് ചതയൊന്നും വേണ്ട കേട്ടോ, ഒന്ന് പൊട്ടിയാൽ മതി. കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിലിപ്പോൾ കറിവേപ്പിലില്ല, അതാണ് ഞാൻ ഇടാത്തത്. ഇഞ്ചിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. മൂത്ത് വരുമ്പോൾ കുറച്ച് കായപ്പൊടി ഇടണം, അധികമായി പോരുത്, ഒരു നുള്ള് കുറച്ച് കായപ്പൊടി ഇടണം. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. കായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അടുപ്പിൽ നിന്ന് വാങ്ങണം, കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ ഈ പൊങ്കലിലേക്ക് താളിച്ചൊഴിക്കുക. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് സെർവ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.